ബാധാദോഷം നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. പണ്ട് കാലത്തും പറയാറുണ്ട്, ബാധ കൂടിയതാണ്, ബാധാദോഷം ഏറ്റതാണെന്നൊക്കെ പറയാറുണ്ട്. പണ്ട് കാലത്ത് ഈ ചൂരൽ കഷായമൊക്കെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും പലയിടത്തും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുതരം കബളിപ്പിക്കലാണ്. ബാധാദോഷം പലതരത്തിലുണ്ട്. ഒരിക്കലും ഒരു ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ശരീരത്ത് അടി കിട്ടുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങിപ്പോവും, അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരുണ്ട്. ഇത് മാക്സിമം ജ്യോതിഷന്മാരെ മുതലാക്കുന്നുണ്ട്. ഇവിടെ ബാധാദോഷം എന്താണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. പലതരത്തിലുള്ള ബാധാദോഷങ്ങളുണ്ട്. ഒന്ന് ദൃഷ്ടിബാധ, അതാണ് ശരിക്കും ബാധാദോഷം എന്ന് പറയുന്നത്, ദൃഷ്ടിബാധ. രണ്ട്, ശത്രുദോഷം, അതും ബാധാദോഷമാണ്. മറ്റൊന്ന് സർപ്പബാധ എന്ന് പറയും, സർപ്പബാധ. പിതൃദോഷം, ഇതും ബാധാദോഷം തന്നെയാണ്. ഏറ്റവും അവസാനത്തത് ഗ്രഹദോഷം. ഗ്രഹദോഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പാപഗ്രഹങ്ങളായിട്ടുള്ള രാഹു, കേതു, ശനി തുടങ്ങിയവയുടെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെയാണ് നമ്മൾ ബാധദോഷം എന്ന് പറയാറുണ്ട്. ശത്രുക്കൾ അഭിചാര മന്ത്രവാദം മറ്റൊക്കെ ചെയ്തിട്ട് അവരുടെ അസൂയ, കുശുമ്പ്, ഇതെല്ലാം ഒരുതരം ബാധയാണ്. അത് നമ്മൾ 6ാം ഭാവം കൊണ്ട്, ജാതകത്തിൻ്റെ 6ാം ഭാവം കൊണ്ട് കണക്കാക്കാം. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പദോഷം, പിന്നെ പൂർവികരുടെ ശാപം. മറ്റൊന്നാണ് ദൃഷ്ടിബാധ. ഏറ്റവും പ്രശ്നമുള്ള സംഭവമാണ് ദൃഷ്ടിബാധ എന്ന് പറയുന്നത്. ആ സമയത്ത് ചില പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അപരിചിതമായിട്ടുള്ള ചില ശക്തികളുടെയോ അല്ലെങ്കിൽ ദുർദേവത, നമ്മൾ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയാം, അതിൻ്റെയൊക്കെ ഒരു നോട്ടം മൂലം ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ബാധ. ഇതിനു വേണ്ടി നമ്മൾ പണം ചെലവാക്കും, ജ്യോതിഷന്മാരുടെ അടുത്ത് പോവും, കാശ് കൊടുത്ത് അടിമേടിക്കും, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സംഭവം ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഇല്ലാതാക്കാം. ഇങ്ങനെ ഒരു ഇതിന് കുറേ സിംറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അവസാനം അത് നെഗറ്റീവായിട്ട് മാറും. നമ്മളൊരാൾക്കൊരു സഹായം ചെയ്താൽ പോലും നെഗറ്റീവായിട്ട് മാറും. നമ്മളൊരാൾക്കൊരു സഹായം ചെയ്താൽ അയാൾ ശത്രുവായിട്ട് മാറുന്ന ആൾ. കാണുമ്പോഴൊക്കെ നന്നായിട്ട് ചിരിച്ച് കാണിക്കും, പക്ഷെ ഉള്ളിൽ വേറെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ദോഷങ്ങളാണ്. ബാധാദോഷം എന്ന് ഒറ്റവാക്കി പറയാം. അല്ലാതെ പ്രേതം എന്ന് പറയുന്ന സാധനം ശരീരത്തിലേക്ക് ചാടിക്കയറുന്ന അവസ്ഥയല്ല. അങ്ങനൊന്നും കയറി വരത്തില്ല. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ അത് മാനസിക അസുഖം തന്നെയാണ്. അതിന് ചികിത്സയാണ് തേടേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം ഇത്തരത്തിലുള്ള ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫ്, അതിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ, അമിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം, എല്ലാവരോടും എപ്പോഴും നമുക്ക് വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം നമ്മളെ ശത്രുവായിട്ട് മാറുന്നു. നമ്മുടെ വാക്കുകൾ ചിലർക്ക് ഇഷ്ടമല്ല. നമ്മുടെ വാക്കുകൾ ആർക്കും അങ്ങനെ ഇഷ്ടമാവത്തില്ല, അത് വേറെ. എങ്കിലും എവിടെ ചെന്നാലും നമ്മൾ ശത്രുവായിട്ട് മാറുന്ന ഒരവസ്ഥ ഒരു പരിധി വരെ നമ്മുടെ സ്വഭാവത്തിൻ്റെയൊക്കെ ആയിരിക്കാം. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റി മാത്രം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 6ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാം? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്തേ രുദ്രധാര. ബാധാദോഷം എങ്ങനെ ഒഴിവാക്കാം പൈസ ചിലവില്ലാതെ? അതാണ് ഒന്ന്. നിത്യവും എല്ലാ ദിവസവും ബാധാദോഷമുള്ള ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സ് ഡീവിയേറ്റ് ചെയ്തു പോകും. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് ഏകാഗ്രമാവില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. നിത്യേന ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ഈ 3 പേരെ ഭജിക്കുക. ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ ഭജിക്കുന്നതോടൊപ്പം തന്നെ ജലധാര നടത്തുക. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. 2, പൗർണമി എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ്, ദേവീപ്രീതി. എന്താണ്? വ്രതം അനുഷ്ഠിക്കുക. വെളുത്ത വാവിന് വ്രതമെടുക്കുക. ഒന്ന്. മറ്റൊന്ന്, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പവർഫുള്ളായി എന്ത് ചെയ്യാം? അതിനെക്കുറിച്ചാണ് മാന്ത്രികത്തിൽ പറയുന്നു. ഈ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് ശുദ്ധി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. വ്രതശുദ്ധി തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് മന്ത്രം ഉപയോഗിച്ച് മന്ത്രസിദ്ധി കൈവരിക്കാൻ സാധിക്കും. മന്ത്രസിദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ മന്ത്രം 1,00,000 തവണയാണ്
ജപിക്കുന്നത് മന്ത്രസിദ്ധിക്ക്. 1,00,000 തവണ ജപിച്ചാൽ മന്ത്രസിദ്ധി കൈവരും. ഏതാണ് മന്ത്രം, ആരെയാണ് ഭജിക്കുന്നതെന്ന് കൂടി പറയാം. വീരഭദ്രൻ. വീരഭദ്രൻ ആരാണ്? വീരഭദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ അംശമാണ്. ശിവന്റെ പുത്രനാണെന്ന് പറഞ്ഞത് ശിവന്റെ അംശമാണ്, ജടയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്കറിയാം, ദക്ഷയാഗ സമയത്ത് വീരഭദ്രൻ, ഭദ്രകാളി രണ്ടുപേരും അങ്ങനെ ജട മുറിച്ച് പറിച്ചെറിഞ്ഞ മഹാദേവന്റെ ആ ജടയിൽ നിന്നും വന്ന വീരഭദ്രൻ, അതീവ കോപിഷ്ഠനായ വീരഭദ്രൻ ദക്ഷന്റെ തലയെടുത്തു അല്ലേ. ശേഷം എന്താ ചെയ്തത്? അദ്ദേഹം കായലിൽ മുങ്ങി അവിടെ ഇരിപ്പുറപ്പിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് അഷ്ടമുടി. 8 ദിക്കുകളായിട്ട് മാറിയ അതിലൊന്നാണ് അഷ്ടമുടി. അവിടെ കായലിൻ്റെ തീരത്ത് ഭഗവാൻ ഇരുന്നു, വീരഭദ്രസ്വാമി ഇരുന്നു. അതാണ് അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു കണക്ഷൻ കൂടിയുണ്ട് ഞാനുമായിട്ട്. കാരണം എൻ്റെ അമ്മ വീടിൻ്റെ കുടുംബത്തിൻ്റെ മുത്തച്ഛൻ്റെ ആയിരുന്നു ക്ഷേത്രം. പിന്നീട് കാലാന്തരത്തിൽ നാടിന് വിട്ടുകൊടുക്കുകയായിരുന്നു ക്ഷേത്രം. അതാണ് വീരഭദ്രസ്വാമി ക്ഷേത്രം. 28 നടക്കുന്ന ക്ഷേത്രമാണ് കായലിൻ്റെ തീരത്ത്. പിന്നീട് അത് നാടിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീരഭദ്രസ്വാമിയെ ഭജിക്കുക. പണ്ട് കാലത്ത് അവിടെ കുരുതി ഉണ്ടായിരുന്നു. കാലക്രമേണ അതും മാറി കുമ്പളങ്ങിയും ചുണ്ണാമ്പും ചേർത്തുള്ള രീതിയിലേക്ക് അത് മാറി. മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഈ കോഴിയൊക്കെ കുരുതി കൊടുക്കുക, അതൊക്കെ ഇല്ലാതാക്കി. കാലാന്തരത്തിലുണ്ടായ മാറ്റമാണത്. അപ്പോൾ ഇത് മന്ത്രസിദ്ധിക്കായിട്ട് നമ്മളിത് 2,00,000 പ്രാവശ്യം ജപിക്കണം, മന്ത്രസിദ്ധി വേണ്ട ഒരു വ്യക്തിക്ക്. പക്ഷേ ബാധാദോഷം അകറ്റുന്നതിന് വേണ്ടി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? വ്രതശുദ്ധി അത്യന്താപേക്ഷിതമാണ്. വ്രതശുദ്ധിയോട് കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ധ്യാനം എല്ലാ ദിവസവും 36 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. നമുക്കറിയാം, എല്ലാം 11, 21, 108, 1008 അങ്ങനെ ആ ഒരു കണക്കാണ് അറിയാം. ഇത് 36 പ്രാവശ്യമാണ് ദിവസവും ജപിക്കേണ്ടത്. 36 പ്രാവശ്യം. സകല ഭൂത ഗ്രഹങ്ങളും ദുർബാധകളും അടുക്കില്ല. അവിടെ ഒരു കവചം അത് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. ഒരു കാട്ടിലൂടെ അർദ്ധരാത്രിയിൽ സഞ്ചരിച്ചാൽ പോലും ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്ഷുദ്രജീവികൾ പോലും അടുക്കില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, വടയക്ഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വടയക്ഷിണി എന്നാണ് പറയുന്നത് കേട്ടോ. വടയക്ഷിണി ഇത് ഉപയോഗിച്ചവരുണ്ട്. ഇവിടെ ഇല്ല, കേരളത്തിലില്ല, കർണാടകയിലുണ്ട്. അത് ഉപയോഗിച്ചവരെ എനിക്ക് അറിയുകയും ചെയ്യാം. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഒന്നാണത്. വടയക്ഷിണി. വടയക്ഷി എന്ന് പറഞ്ഞാൽ വട വിൽക്കുന്നതോ വട തിന്നുന്നതായിട്ടുള്ള യക്ഷിയല്ല. വടയക്ഷി എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൽ വസിക്കുന്ന യക്ഷിയാണ്. എന്താണ് വടവൃക്ഷം? പേരാലിനെയാണ് വടവൃക്ഷം എന്ന് പറയുന്നത്. ആ പേരാലിൽ വസിക്കുന്ന യക്ഷി. ആ യക്ഷിയെ എങ്ങനെ പ്രീതിപ്പെടുത്തുന്നു? സകല ധന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തും നടക്കുന്നതിന് വേണ്ടിയിട്ട്, ശത്രുനാശത്തിന് വേണ്ടിയിട്ട്, ഇനി വരുന്ന ദീർഘദൃഷ്ടി, വരുന്ന സമയം എന്താണ് ഇനി വരാൻ പോകുന്ന ദീർഘവീക്ഷണം, അതുപോലും കിട്ടുന്ന ഒരു സംഭവമാണ് വടയക്ഷിണി പൂജ എന്ന് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലുണ്ട് ഇത്. ഈ വടയക്ഷിണിയെ കുറിച്ച് പറയാം. ഞാൻ വീരഭദ്രനെ കുറിച്ചാണ് പറയാൻ നിൽക്കുന്നത്. പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണോ? അതിനുവേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൊച്ചു കഥയാണ് സംഭവം. വളരെ രസകരമാണ്, കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്കാട്ടിൽ അർദ്ധരാത്രിയിൽ പേരാൽ നിൽക്കുന്ന സ്ഥലം നോക്കി പോവുക. പേരാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ തോന്നുന്നു. വേരാൽ എന്നാണ് ശരിക്കും. നമ്മൾ പേരാൽ എന്ന് പറയുന്നത്. അപ്പോൾ പേരാൽ നോക്കി പോയിട്ട് അത് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ചോട്ടിലിരുന്ന് വടയക്ഷിണിയുടെ മന്ത്രമുണ്ട്. അർദ്ധരാത്രിയിലാണ് ചൊല്ലുന്നത്.
ഇരുട്ട് വീണതിന് ശേഷം. മാത്രമല്ല ആ സ്ഥലത്ത് മനുഷ്യ സഞ്ചാരം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് പിന്നീട് സീരിയലിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുക 6 ദിവസം 2001 പ്രാവശ്യം ജപിക്കുക. 2001 പ്രാവശ്യം ജപിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം ഈ ഇരുന്ന സ്ഥലം വൃത്തിയാക്കി അവിടെ ചന്ദന വെള്ളം കുടഞ്ഞ് ചന്ദനം മെഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദീപം കത്തിച്ച് വീണ്ടും ഈ മന്ത്രം അർദ്ധരാത്രി വരെ ജപിക്കുക. അപ്പോൾ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാമെന്നാണ് മാന്ത്രികത്തിൽ പറയുന്നത്. കാൽച്ചിലമ്പിൻ്റെയും മറ്റും ശബ്ദം കേൾക്കാം. വടയക്ഷിണി എത്തും, അല്ലെങ്കിൽ അവിടെ അവിടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ശേഷം ആഗ്രഹം സാധിച്ച്, ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമതൃപ്തി, സംഭോഗം, രണ്ടുപേരും തമ്മിൽ അവരുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ശാരീരിക ബന്ധം ആണ് ഉദ്ദേശിക്കുന്നത്. ശേഷം അവർ തൻ്റെ അടിമയായിട്ട് മാറും എന്ന് മാന്ത്രികത്തിൽ പറയപ്പെടുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. ഇത് ചെയ്യുന്നവരുണ്ട്, ഇത് ചെയ്യുന്നവരെ അറിയാം. എനിക്ക് ചെയ്തിട്ടുള്ളവർ സത്വികന്മാരാണ് ശരിക്കും അവർ. പക്ഷേ വടയക്ഷിണിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാത്വികത്വം അവിടെ മാറി നിൽക്കും. ഇതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയവർ പണ്ട് കാലത്ത് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കേട്ട ഒരു അറിവ് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീരഭദ്രനിലേക്ക് വരാം. വീരഭദ്രൻ്റെ ഈ ഒരു മന്ത്രം 36 തവണ എല്ലാ ദിവസവും ജപിക്കുക എന്നുള്ളതാണ്. തന്നിൽ നിന്ന് ഒരു വസ്തു എടുത്തുകൊണ്ട് പോകാൻ പോലും സാധിക്കില്ല. അതായത് ഈ പറയുന്ന ചോരന്മാരെന്ന് പറയുന്നത് കള്ളന്മാരില്ലേ, അവർ വന്നിട്ട് നമ്മുടെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി അത് പകുതിക്ക് ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അത് തിരികെ നമ്മുടെ ആയി കൊണ്ടുതരും. അത്രയ്ക്ക് പവർഫുള്ളാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ മൃദംഗ ശൈലേശ്വരിയുടെ കഥ? അപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മളിൽ നിന്ന്. അത്രയ്ക്ക് ഭയങ്കര ഒരു കവചമാണ്. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക. ഇതൊരു ഗുരുമുഖത്തു നിന്ന് പഠിക്കണമെന്നൊന്നുമില്ല, കാരണം ഇത് കവചമാണ്. അപ്പോൾ ഇങ്ങനെയാണ് മന്ത്രം. ഓം നമോ ഭഗവതേ വീരരുദ്രായ അതിക്രൂരായ രുദ്രകോപസംഭവായ സർവദുഷ്ട നിബർഹണായ ഓം ഹും ഫൾ സ്വഹ എന്ന് പറയുന്ന മന്ത്രമാണ്. ഇത് ജപിക്കുന്തോറും ഉള്ളിലെ ഭയം പോയി കിട്ടും. ആകാശം ഇടിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞാൽ പോലും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താണെന്നാണ് ചോദിക്കുക. ആ രീതിയിലേക്ക് മാറും. ആരെയും ഭയപ്പെടില്ല, ഇരുട്ടിനെ ഭയപ്പെടില്ല, ദുഷ്ടശക്തികളെ ഭയപ്പെടില്ല, അടുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വീരഭദ്രൻ്റെ അതിശക്തമായിട്ടുള്ള കവചം. ഇത് ജപിക്കുന്നതിലൂടെ ശത്രുബാധ, സർപ്പദോഷം പറയുന്നില്ല, ശത്രുബാധ, ദൃഷ്ടിബാധ, അതുപോലെ തന്നെ ഗ്രഹബാധ ഞാൻ പറഞ്ഞു. ദുഷ്ടഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങളായിട്ടുള്ള രാഹു, കേതു, ശനി തുടങ്ങിയവരുടെ ദശാകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കുകയും ചെയ്യുന്നു. അതുപോലെ പിതൃദോഷം മാറുന്നു. പിതൃക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ശത്രുവാണ്. അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അവരൊരിക്കലും നന്മ ആഗ്രഹിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ജീവിച്ചിരിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രേതാത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കവചമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീരഭദ്രസ്വാമിയുടെ കവചം. ഞാൻ പറഞ്ഞു അഷ്ടമുടി കായലിൻ്റെ തീരത്ത് അവിടെയാണ് വന്നിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ചൂട് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം ചെയ്തത് കൊലപാതകമാണ്. ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിനെ കണക്കാക്കാം കേട്ടോ. പശ്ചാത്താപം അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാം. ഇതിന് 2 വശങ്ങളുണ്ട്. പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു, ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കായലിൽ കുളിച്ച് ഉപ്പുവെള്ളത്തിലാണ് കുളിക്കുന്നത്. നോക്കൂ, അത് കുളിച്ചതിന് ശേഷം അവിടെ കയറി വന്നു. ശരീരത്തെ ചൂട് സഹിക്കാൻ കഴിയാതെ മണൽപ്പരപ്പിൽ കിടന്ന് ഉരുണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ കൊല്ലവും, എല്ലാ ദിവസവും പറ്റും, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കൊല്ലവും അവിടെ ഉരുൾ നേർച്ച എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. ഉരുൾ നേർച്ച മണലിനകത്ത് ശംഖും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉരുണ്ട് കഴിയുമ്പോഴത്തേക്ക് കായലിൽ മുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു മുറിപ്പാട് പോലും ശരീരത്തുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇന്നത്. കേരളത്തിലെ വീരഭദ്രസ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള
ക്ഷേത്രമാണ് അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കുക. ഈ പറയുന്ന ബാധാദോഷം എന്നും പറഞ്ഞിട്ട് പോയി ചൂരലിൻ്റെ അടി മേടിക്കാതെ, അല്ലെങ്കിൽ ജ്യോതിഷന്മാർക്ക് കൊണ്ട് കാശ് കളയാണ്ട് സ്വമേധയാ ചെയ്തു നോക്ക്, മാറ്റം ഉണ്ടാവും. ഇത് പറയുമ്പോൾ പല ജ്യോതിഷന്മാർക്കും എന്നോട് ദേഷ്യം വരും. പലരും വിളിച്ച് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. എന്നാലും ഞാനിത് ചെയ്യും. കാരണം ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാനും പല ജ്യോതിഷന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കാശ് കളഞ്ഞിട്ടുള്ളതാ. ഇതെന്താണെന്ന് അറിയാം. അപ്പോൾ ഇനി ആർക്കും അങ്ങനെ പോകണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ പൈസ മേടിക്കത്തില്ലേ എന്ന്. മേടിക്കും. കാരണം ജ്യോതിഷമല്ല മാന്ത്രികം, നമ്മുടെ ആരോഗ്യം കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് മേടിച്ചേ പറ്റൂ. എന്തൊരു പ്രവൃത്തിയാണെങ്കിലും പ്രതിഫലം കൂടാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വില ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. എന്ന് കരുതി ഞാൻ എല്ലാവരുടെയും കയ്യിൽ മേടിക്കൊന്നും കൂടെ അല്ല കേട്ടോ. മേടിക്കാതെ ചെയ്തവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ്. ഇവിടെ മദ്യപിക്കാൻ കാശുണ്ട്, ബാക്കി എല്ലാത്തിനും പൈസയുണ്ട്. നോക്കിയിട്ട് പ്രശ്നങ്ങൾ മാറ്റാൻ മാത്രം പണമില്ല. അതെന്തൊരു പരിപാടിയാണ്? അർഹിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്, അർഹിക്കുന്നവർക്ക്. അല്ലാതെ ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, ആ ദക്ഷിണ വീട്ടിച്ചെങ്കിൽ മാത്രമേ കർമ്മം പൂർത്തിയാവുള്ളൂ. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ കമൻറ്റിലൂടെ കണ്ടു. ഞാൻ റിപ്ലൈ തന്നിട്ടില്ലാന്നേ ഉള്ളൂ, കുറച്ച് തിരക്കായതുകൊണ്ട് റിപ്ലൈ തന്നിട്ടില്ലാന്നേ ഉള്ളൂ. കാര്യങ്ങൾ നടക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. ജോലി കിട്ടിയതിൽ ഓരോരുത്തർക്ക് ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ട്. കല്യാണം നടന്നതിൽ സന്തോഷമുണ്ട്. ജീവിതം മാറിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നന്നായിരിക്കട്ടെ. വളരെ സന്തോഷം. ചിലരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദിയുള്ളവർ ഒരുപാട് പേരുണ്ട്. നന്ദിയുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷമാണ്. ശരിയാവും, എല്ലാം ശരിയാവണമല്ലോ. അതാണല്ലോ ഈ മാന്ത്രികം എന്ന് പറയുന്നത്. ചിലർ വിളിച്ച് ചോദിക്കും, ദുർമാന്ത്രികമാണോ? ദുർമാന്ത്രികമൊന്നുമല്ല, സബ് മാന്ത്രികം. അങ്ങനെ ഒരു ശാഖ ഇതിനകത്തുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, പേന ഉപയോഗിച്ച് നല്ലതും എഴുതാം, മോശം എഴുതാം. അതെങ്ങനെ എഴുതണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ യുക്തിയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ മന്ത്രം ഒന്ന് എഴുതി കാണിക്കാം, ഡിസ്പ്ലേ ചെയ്യാം. അത് നിങ്ങൾ ജപിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ ദോഷങ്ങളും മാറി ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്കിത് ആവശ്യമാണ്. 36 വട്ടം ദിവസവും ചൊല്ലിയാൽ മതി കേട്ടോ. പിന്നെ മന്ത്രസിദ്ധി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ അങ്ങോട്ട് ജപിക്കണം. അതിനൊക്കെ ഇച്ചിരി പാടല്ലേ, 2 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ റീൽസ് കാണാൻ നമ്മൾ മണിക്കൂറുകളോളം ഇരിക്കും. ഈ 2 ലക്ഷം രൂപയൊക്കെ എണ്ണാൻ വലിയ പാടാണ്. ഇതിൻ്റെ കൂടെ ഒരു ഹോമവും കൂടെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അടയും തേനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഹോമം കൂടിയുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇതൊക്കെ വെച്ചിട്ട് വേറെ ചില പണിയൊക്കെ നടത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും വിശ്വസിക്കാൻ പറ്റില്ല. സോ ചില മാന്ത്രികങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എനിക്ക് പ്രത്യേകം നിർദ്ദേശമുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. കൗളത്തിൻ്റെ തന്നെ ഈ 18ാമത്തെ അധ്യായം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയത്തില്ല, അതൊന്നും പറയത്തില്ല. എങ്കിലും ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയും. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓം രുദ്രായ നമഃ.